മുഖ്യമന്ത്രിയുടെ മുഖാമുഖം നവകേരള സൃഷ്ടിയുടെ പ്രധാന ചുവടുവെപ്പെന്ന സാംസ്കാരിക പ്രവർത്തകർ. പുതുമയുള്ള അനുഭവമെന്നും പുതിയ കാലത്തേക്ക് പ്രതീക്ഷ നൽകുന്നതാണെന്നും പങ്കെടുത്ത സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പറയുന്നു. വിവിധ മേഖലകളിൽ നിന്നായി 2000-ഓളം പേരാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത്. 4 മണിക്കൂറോളം നീണ്ട പരിപാടിയിൽ സാംസ്കാരിക പ്രവർത്തകരെ മുഖ്യമന്ത്രി കേട്ടു. മുഖാമുഖം പുതിയ അനുഭവമെന്ന് നടൻ സോഹൻ സീനുലാൽ. വ്യത്യസ്ത മേഖലകളിലുള്ള കലാകാരന്മാർ അവരുടെ ആശങ്കകളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയോട് നേരിട്ട് പങ്കുവെക്കുകയും മുഖ്യമന്ത്രി അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും കൃത്യമായ മറുപടി നൽകുകയൊക്കെ ചെയ്തു. മുഖ്യമന്ത്രി എല്ലാം ശ്രദ്ധയോടെ കേട്ടെന്ന് സിസ്റ്റർ ജസ്മി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാം നോട്ട് ചെയ്ത് പ്രസക്തമായത് ഉത്തരങ്ങൾ വളരെ ടൈം ബൗണ്ടായിട്ട് പറഞ്ഞു. ശരിക്കും 1 മണിക്കൂർ എടുക്കാം അദ്ദേഹത്തിന്. പക്ഷെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചതുകൊണ്ട് ആ ടൈം പോലും അദ്ദേഹം വെട്ടിക്കുറച്ച് കറക്റ്റ് 1 മണിക്ക് അവസാനിപ്പിച്ചു. വളരെ അഭിമാനം തോന്നുന്നു, വളരെ സംതൃപ്തി തോന്നുന്നു. ആശയങ്ങളും ആവശ്യങ്ങളും പങ്കുവെക്കാനായെന്നും പങ്കെടുത്തതിൽ അഭിമാനമെന്നും സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. ഈ ക്ഷണത്തിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മുഖ്യമന്ത്രിയുടെ കൂടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെപ്പറ്റിയും അതും സമൂഹത്തിൽ കല ഇടപെടുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ചില ആവശ്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭാവിയിൽ ഒരു കൾച്ചർ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വിവിധ കലാകാരന്മാർക്കും വിവിധ തരമായിട്ടുള്ള അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഇടത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ മനസ്സിലാവുന്നത്. ഞങ്ങളെ ആ ഭാഗത്തുള്ള ഒരു നാടൻ കലയെ ഇങ്ങനെ ഒരു മുഖാമുഖത്തിലേക്ക് ക്ഷണിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരോടും നേരിട്ട് പറയാൻ പറ്റി എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളെ കേൾക്കാൻ ഒരു രാവിലെ 9:30 മുതൽ മുഖ്യമന്ത്രി ഇവിടെ ഞങ്ങൾ ഓരോരോ ആളുകളുടെയും ചോദ്യങ്ങൾക്ക് കൃത്യമായി രേഖപ്പെടുത്തി അതിന് മറുപടി പറയുകയാണ്. ഞങ്ങളെല്ലാം ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലത്തെ ചെറിയ ഈ ഫോക്ക് കലാകാരന്മാർക്ക് വലിയ ആഹ്ലാദം തരുന്നതാണ് ഈ പരിപാടി. കൈരളി ന്യൂസ്, തൃശ്ശൂർ.